ഹായ്, ഇന്നൊരു ട്രിപ്പായാലോ? കണ്ണൂരോട്ടാണ് പോകുന്നത്. കുറേയായി വിചാരിക്കുന്നൊന്ന് പോകാമെന്ന്. അപ്പോൾ ഇന്ന് തന്നെ അങ്ങ് പോകാമെന്ന് വെച്ചു. ഞാനും അനിയന്മാരും കസിനും കൂടിയാണ് പോകുന്നത്. രാവിലെ തന്നെ പോകാമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് അധിക സമയം എല്ലായിടത്തും ഒന്നും നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കണ്ടിട്ട് പോരുക ചെയ്തത്. പിന്നെ ഞങ്ങൾ ബസ്സിനാട്ടോ പോയത്. ഇന്ന് 3 സ്ഥലത്ത് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ബീച്ചിലേക്കാണ്, പയ്യാമ്പലം ബീച്ചിലേക്ക്. ബസ് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്കാണ് വന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. അനിയന്മാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ അധികം നേരമൊന്നും ഇവിടെ ഇരുന്നില്ല, കാരണം ഉച്ചയായി നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. അതുകൊണ്ട് ഇനിയും 2 സ്ഥലം കൂടി പോകാനുള്ളത് കൊണ്ട് അധികം നേരം നിന്നില്ല. കുറച്ച് ഇഡ്ഡലിക്കൂടി എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് തിരിച്ചു പോവുക ചെയ്തത്. പിന്നെ അനിയന്മാർക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറക്കിയില്ല, ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അധികം ഇറങ്ങാനൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഇവിടെ വന്നിരിക്കാൻ രസമാണ്. എത്ര തവണ വന്നതാണെങ്കിലും നമുക്ക് വീണ്ടും വന്നാലും രസമാണ് ഇവിടെ. ഞങ്ങളിവിടെ വന്നപ്പം അത്യാവശ്യം ആൾക്കാരെല്ലാം ഉണ്ട്. വെക്കേഷൻ ടൈമല്ലേ, അതുകൊണ്ട് ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. കുറച്ച് നേരം ഇവിടെ എല്ലാം നടന്നു. പിന്നെ ഇവിടെ കടൽപ്പാലം ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു. കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതിൽ കയറുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അതിലൊന്ന് കയറാമെന്ന്. അതിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, കയറാനൊക്കെ പറ്റും. എല്ലാവരും പോയി ഇരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളും അതിൽ കയറി. രസമുണ്ട്. കുറച്ച് അറ്റം വരെ പോകാൻ പറ്റും. അതിൻ്റെ അറ്റം വരെ നമ്മൾ പോയി. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതിൽ നിന്ന് തിര വന്ന് കല്ലിലോട്ട് അടിക്കുന്നത് കാണാം. നല്ല രസമുണ്ട് അത് കാണാൻ. ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നേരം അതിലൂടെ നടന്നു. ഇത് പഴുത് തീരുന്നതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പോയി കേട്ടോ. കുറച്ചേ ഉള്ളൂ, അറ്റം വരെ ഞങ്ങൾ പോയി.
അവിടെ നിൽക്കാൻ നല്ല രസമാണ്. കാറ്റും വെള്ളവും എല്ലാം കാണാൻ നല്ല രസമാണ്. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ് തിര വന്ന് കല്ലിലോട്ടടിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് സ്വപ്നക്കൂട് ഫിലിമാണ് ഓർമ്മ വരുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് തിരിച്ചു പോരാൻ തോന്നില്ല, അത്ര രസമാണ്. ചുറ്റുവട്ടവും എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ എപ്പോഴും വരുന്നതല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു. അങ്ങനെ ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോഴാണ് ഓട്ടോയ്ക്കാണ് പോകുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഓട്ടോ എല്ലാം കിടപ്പുണ്ട്, അതുകൊണ്ട് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ നിന്ന് വണ്ടി കിട്ടി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, ലൈറ്റ് ഹൗസ് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. പിന്നെ ലൈറ്റ് ഹൗസ് വരെ പോകാൻ വേണ്ടി ബീച്ചിൽ നിന്ന് ലൈറ്റ് ഹൗസ് വരെ നമുക്ക് 60 രൂപയാണ് ആയത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 20-25 രൂപയും കൊണ്ട് നമുക്ക് അകത്ത് കയറാൻ വേണ്ടി വേണം.
അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അടുത്ത് തന്നെയാണ്, ബീച്ചിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, അടുത്താണ്. നമുക്ക് പാസ് മേടിച്ച് നമ്മളകത്ത് കയറുവാണ്. നമ്മുടെ ഫോണിൽ ക്യാമറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഒരു 10 രൂപ അങ്ങോട്ട് കൊടുക്കണം. ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും. പിന്നെ ലൈറ്റ് ഹൗസിൽ കയറാൻ നേരത്ത് അധികം ആരുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തെത്തി. ഇനി അവൾ കയറാൻ വേണ്ടി പോവുകയാണ്. ചെരുപ്പെല്ലാം ഊരിയിട്ടാട്ടോ കയറാൻ പോകുന്നത്. കുറേ കയറാനുണ്ട്, സ്റ്റെപ്പ് കയറി മടുത്തു പോയി. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി തിരക്കോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ആരുമില്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മേളിൽ ചെന്നപ്പോഴത്തേക്ക് ഒരാളുണ്ടായിരുന്നു, വേറെ ആരുമില്ലായിരുന്നു. നോക്കിക്കേ എത്ര സ്റ്റെപ്പാണ്, ഇത് മൊത്തം കയറിയാട്ടോ ഇവിടെ എത്തിയത്. ഇതൊരു സൈഡിൽ നിന്ന് നോക്കുന്ന കേട്ടോ. അങ്ങനെ മേളിലെത്തി. ഇത് കയറാൻ കുറച്ച് പാടാണ്. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലെത്തി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടുന്ന് എല്ലാം കാണാം, എല്ലാ ഭാഗവും കാണാൻ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ. കടലും അതുപോലെ തന്നെ എല്ലാ സൈഡും നല്ല രസമുണ്ട് കാണാൻ. കാറ്റും ഇവിടെ കയറിയപ്പം മുതൽ കാറ്റായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നെല്ലാം കണ്ടു. ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. ഒരു സ്ഥലം കൂടി പോകാനുണ്ടല്ലോ. ഇത് കയറാനും ഇറങ്ങാനും കുറച്ച് പാടാട്ടോ ഇവിടെ. ബാക്കിയെല്ലാം ഓക്കെയാണ്, സൂപ്പറാണ്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കോട്ടയിലോട്ടാണ്. സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്, അതാട്ടോ നമ്മൾ പോകുന്ന കോട്ടയുടെ പേര്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് തന്നെ വേണം നമുക്ക് അങ്ങോട്ടും പോകാൻ. കുറച്ച് ദൂരമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 60 അല്ലെങ്കിൽ 80 രൂപയും കണ്ടാണ് ആയത്.
നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ടയിലോട്ടെത്തി. ഇവിടെ നമുക്ക് 25 രൂപ കേട്ടോ ഒരാൾക്ക് കയറണമെങ്കിൽ. പിള്ളേർക്കൊന്നും വേണ്ട, വലിയവർക്ക് 25 രൂപ. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്ത് കയറാൻ. ഓട്ടോ ഇറങ്ങി അവിടെ തന്നെ ഉണ്ട് ഒരു കൗണ്ടർ. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളകത്ത് കയറണം. എനിക്കങ്ങനെ കൂടുതലായിട്ട് ഈ കോട്ടയെക്കുറിച്ച് പറയാനൊന്നും അറിയത്തില്ല. അറിയാവുന്നതൊക്കെ ഞാൻ പറയാം. പോർച്ചുഗീസുകാരാട്ടോ ഈ കോട്ട നിർമ്മിച്ചത്. അറബിക്കടലിനെ അഭിമുഖീകരിച്ചാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 40 അടി ഉയരത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കോട്ട പിടിച്ചെടുക്കി. പിന്നീട് ഈ കോട്ട അവർ അറക്കൽ രാജ്യത്തെ അലി രാജയ്ക്ക് വിറ്റു. പിന്നീട് ഇത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. അങ്ങനെ ഇത് മലബാറിലെ അവരുടെ പ്രധാന സൈനിക കേന്ദ്രമായി മാറി. കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കണ്ണൂർ കോട്ടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടിയാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സൈനികർക്ക് രക്ഷപ്പെടാനാണ് ഈ തുരങ്കം നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. പോർച്ചുഗീസ്, ഡച്ച്, അറക്കൽ അതുപോലെ ബ്രിട്ടീഷ് എന്നീ 4 ശക്തികൾ കൈമറിഞ്ഞു വന്നതാണ് ഈ കോട്ട. കണ്ണൂർ ജില്ലയിൽ അവശേഷിക്കുന്ന ചരിത്ര നിർമ്മിതികളിൽ പ്രധാനപ്പെട്ടതാണ് കണ്ണൂർ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ നിർമ്മിത കോട്ട എന്ന ബഹുമതിയും കണ്ണൂർ കോട്ടയ്ക്ക് സ്വന്തമാണ്. ചെങ്കലിൽ ത്രികോണ ആകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്.
ഇവിടെ ഞങ്ങൾ കുറച്ചധികം നേരം നിന്നു, കാരണം കുറേ കാണാനും ഉണ്ട്. എന്തോ ഇവിടെ ഇരിക്കാൻ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങുവാണ്. ഇപ്പം തന്നെ വൈകുന്നേരം കുറച്ച് സമയം കൂടുതലായി. അങ്ങനെ കോട്ടയെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി നടന്നു. കുറച്ച് നടന്നപ്പോൾ തന്നെ നമുക്ക് വണ്ടി കിട്ടി. ഇന്നത്തെ ട്രിപ്പ് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ സ്റ്റാൻഡിലെത്തി ബസ് കയറാൻ വേണ്ടി നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.